ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്നൊരു ആശങ്കയിലൂടെയാണ് എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുക എന്നാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളും പല താരങ്ങൾക്കും അല്ലെങ്കിൽ പല ആരാധകർക്കുമൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇൻക്ലൂഡിങ് പ്ലെയേഴ്സിനാണെങ്കിലും ഈ ഒരു തരത്തിലുള്ള ആശങ്കയൊക്കെ തന്നെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ISL നടക്കുമെന്നൊരു കൺഫർമേഷൻ പല അധികൃതരും മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ പേരിലുള്ള ഒരു വ്യക്തത പൂർണ്ണമായും നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് ISL ഉറപ്പായും നടക്കുമെന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കാര്യത്തിലൊരു കൃത്യമായ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. കാരണം ടെൻഡർ വിളിക്കാനിരിക്കുകയാണ്. സോ അതിനുശേഷം മാത്രമേ അതിൻ്റെ ISLൻ്റെ ഭാവി എന്താവുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അതും സൂപ്പർ കപ്പോട് കൂടിയാണ് ഇക്കുറി ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത്. സാധാരണയായിട്ട് ഒരു സീസൺ എൻഡിങ് ടൂർണമെൻറ്റായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പ് ഇക്കുറി ഒരു സീസണ് മുൻപായിട്ടാണ് നടത്തുന്നത്. അതായത് ISL സീസണ് മുൻപായിട്ടാണ് ഇക്കുറി നടത്തുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസം സൂപ്പർ കപ്പിൻ്റെ ഡേറ്റ് മാർക്കസ് മെർഗ്ലാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വരാനായിട്ട് പോകുന്ന അടുത്ത മാസം ഒക്ടോബർ 25 മുതൽ നവംബർ 22 വരെയാണ് അദ്ദേഹം സൂപ്പർ കപ്പിൻ്റെ ഡേറ്റായിട്ട് ആരാധകർക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും ISL അല്ല സൂപ്പർ കപ്പ് നടക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതായത് ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ വരുന്നതിനാൽ തന്നെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും എന്താ പറയുക ഈ ഒരു തരത്തിലുള്ള സൂപ്പർ കപ്പ് നടത്തുക. അതിനുശേഷമാണ് ISLൻ്റെ കാര്യത്തിലേക്ക് കടക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ സൂപ്പർ കപ്പിലേക്ക് നിലവിൽ എല്ലാ ക്ലബ്ബുകളും പങ്കെടുക്കുമോ എന്ന തരത്തിലുള്ളൊരു ആശങ്കയാണ് നിലവിലുള്ളത്. കാരണം എന്ന് പറയുന്നത് പല ക്ലബ്ബുകളും ഈ ഒരു ISLൻ്റെ പേരിലുള്ള ഒരു അൺസർട്ടനിറ്റി നിലനിന്നിരുന്ന സമയത്ത് ഡുറൻ കപ്പ് കളിക്കാതെ മാറി നിന്നിട്ടുണ്ടായിരുന്നതാണ്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകളാണ് ഈ ഒരു ഡുറൻ കപ്പ് പാർട്ടിസിപ്പേഷൻ നടത്താതെ മാറി നിന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകൾ ഇനിയും ഒരു സൂപ്പർ കപ്പ് അതായത് ISL നടക്കുമെന്ന തരത്തിലുള്ള അതായത് ഡേറ്റ് പോലത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പോരാത്തതിന് ഒരു അസ്യൂംഡ് ഡേറ്റ് മാത്രം അല്ലെങ്കിൽ ഒരു അസ്യൂംഡ് മന്ത് മാത്രമാണ് ഡിസംബർ എന്ന് പറയുന്നത്. ISL നടക്കുമെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത് ഡിസംബറിലാണ്. സോ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ഒഫീഷ്യലായിട്ടൊരു ഡേറ്റ് വരാത്തത് അല്ലെങ്കിൽ ടെൻഡർ വിളിക്കാനിരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ തുടരുന്നാൽ തന്നെ പല ക്ലബ്ബുകൾക്കും ഇപ്പോഴും ഒരു കൃത്യമായൊരു വ്യക്തത ISLൻ്റെ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ സൂപ്പർ കപ്പ് ഈ ഒരു തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ തന്നെ കളിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എങ്കിൽ പോലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതായത് AIFF നിലവിൽ ക്ലബ്ബുകൾക്ക് ISL ക്ലബ്ബുകളെ സൂപ്പർ കപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടൊരു ലെറ്റർ നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു ലെറ്ററിലെ എല്ലാ ക്ലബ്ബുകളോടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോരാത്തതിന് ഈ ഒരു സെപ്റ്റംബർ 11 മുമ്പ് അതായത് ആ ഒരു സെപ്റ്റംബർ 11 മുമ്പ് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലബ്ബുകൾ AIFFനെ അറിയിക്കുക എന്ന തരത്തിലുള്ള ഒരു ലെറ്ററാണ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. സോ ഈ ഒരു സൂപ്പർ കപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലബ്ബുകൾ കൃത്യമായും ഈ ഒരു സെപ്റ്റംബർ 11 തീയതിക്ക് മുമ്പ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുമെന്ന് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം സെപ്റ്റംബർ 11 സൂപ്പർ കപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് വേണ്ടിയുള്ള ഡെഡ് ലൈൻ ഡേറ്റ് എന്ന് അവർ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നു. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കളിക്കുമോ അതായത് സൂപ്പർ കപ്പിലേക്ക് പാർട്ടിസിപ്പേഷൻ നടത്തുമോ എന്നുള്ളത്. കാരണം നിലവിൽ ഡുറൻ കപ്പ് തന്നെ കളിക്കാതെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. സോ ഡുറൻ കപ്പ് കളിക്കാത്തതിൻ്റെ പേരിൽ തന്നെ എത്രമാത്രം വിമർശനമാണ് ക്ലബ്ബുകൾ നേരിട്ടിട്ടുള്ളത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ക്ലബ്ബുകൾ നേരിട്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഈ ഒരു തരത്തിലാണെങ്കിൽ എങ്ങനെയാവും ISLൻ്റെ ഭാവി എന്നുള്ളത്.